എവ്രിവൺ, എൻലൈറ്റൻ എൻചാൻറ്റഡ് 1111ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ മെഡിറ്റേഷനിൽ കിട്ടിയ ഒരു ഗൈഡൻസ് ആയിരുന്നു സോൾ കോൺട്രാക്റ്റ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് ടൈറ്റിൽ എല്ലാവരും കണ്ടു കാണും. ഓക്കെ, വായിച്ച മാതിരി തന്നെ സോൾ കോൺട്രാക്റ്റ് എന്താണ് സോൾ കോൺട്രാക്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, സ്പിരിച്വാലിറ്റിയിൽ പറയപ്പെടുന്നത് ദാറ്റ് ഓരോ വ്യക്തിയും ജനിക്കുമ്പോൾ ഓൾറെഡി ആ വ്യക്തി മനസ്സിലാക്കിയിട്ടാണ് വരുന്നത് എന്തൊക്കെയാണ് ലൈഫിൽ നേരിടാൻ പോകുന്ന ചാലഞ്ചസ് ആൻഡ് എന്തൊക്കെയാണ് ലൈഫിൽ നേരിടാൻ പോകുന്ന ബ്ലെസ്സിങ്സ്. അതിനെയാണ് സോൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാൻ, അനുഭവിച്ചറിയാൻ വരുന്നത്. അത് ചിലപ്പോൾ ദുരനുഭവങ്ങളാകാം, നല്ല അനുഭവങ്ങളാകാം, പക്ഷെ അതിൽ നിന്നൊരു ലെസൺ പഠിക്കാനാണ് വരുന്നത്. സോ ഇന്നത്തെ ഗൈഡൻസ് അനുസരിച്ച് നോക്കാൻ പോകുന്നത് എന്താണ് പ്രേക്ഷകരുടെ സോൾ കോൺട്രാക്റ്റ്. ആൻഡ് ഈ രണ്ട് ഗ്രൂപ്പിൽ നിന്ന് എനിക്കും ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നതാണ്. സോ ഇവിടെ ഉള്ള ഓപ്ഷൻസ് ആണ്, ഇത് ആസ്ട്രോ ഡൈസ് ആണ്. സോ ഇത് പ്ലാനറ്റ്സിൻ്റെ ഡൈസ് ആണ് ഗ്രൂപ്പ് 1 ആൻഡ് നമ്പർ ഡൈസ് ആണ് ഗ്രൂപ്പ് 2. ഓക്കെ, സോ ഗ്രൂപ്പ് 1 പ്ലാനറ്റ് ആൻഡ് ഗ്രൂപ്പ് 2 നമ്പർ ഡൈസ്. കളർ നോക്കി, ഡൈസ് നോക്കി, ടൈം സ്റ്റാമ്പ് നോക്കി പ്രേക്ഷകർക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. രണ്ട് ഗ്രൂപ്പ്സും കാണണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കാണാവുന്നതാണ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ഗ്രൂപ്പ്. ഹലോ ഗ്രൂപ്പ് 1 ചൂസ് ചെയ്തത് പ്ലാനറ്റ് ഡൈസ് ആണ്. ഓക്കെ, ഓൾ റൈറ്റ്, സോ ലെറ്റ് സി എന്താണ് പ്രേക്ഷകരുടെ സോൾ കോൺട്രാക്റ്റ്. I am enough, let go of expectations. പ്രേക്ഷകരുടെ വൺ ഓഫ് ദ ലെസൺ ഈ ഒരു ജന്മത്തിൽ ദാറ്റ് പ്രേക്ഷകർക്ക് കിട്ടുന്ന ആൾക്കാരെപ്പോഴും പ്രേക്ഷകരെ റെസ്പെക്റ്റ് ചെയ്യാത്തതോ മാനിക്കാത്തതോ അല്ലെങ്കിൽ പ്രേക്ഷകരെ വില കൽപ്പിക്കാത്ത മെമ്പേഴ്സ് ആയിരിക്കാം. ഓക്കെ, എല്ലാവർക്കും അല്ല. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, ഈവൻ ഇഫ് പ്രേക്ഷകർ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 സെലക്ട് ചെയ്തിട്ടുണ്ട്, എന്നാൽ പോലും ഗ്രൂപ്പ് 1 ഒരു ജനറൽ റീഡിംഗ് ആണ്, ഗ്രൂപ്പ് 2 ജനറൽ റീഡിംഗ് ആണ് ആകാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളും എല്ലാ പ്രേക്ഷകർക്കും വരുന്നതല്ല, അതുകൊണ്ട് പേഷ്യൻ്റ്ലി വീഡിയോ കാണുക. സോ ഫസ്റ്റ് വരുന്നത് ദാറ്റ് ഈസ് ഏറെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന പ്രേക്ഷകരാണ്. ഓക്കെ, ആൻഡ് എന്തുകൊണ്ടാണ് അത് നിങ്ങൾ അനുഭവിക്കുന്നത്? ബിക്കോസ് ആ ഒരു ലെസൺ പഠിക്കാൻ, ആ ഒരു പാഠം പഠിക്കാൻ, ദാറ്റ് ജീവിതത്തിൽ എത്ര ആൾക്കാർ ഉണ്ടായില്ലെങ്കിലും പ്രേക്ഷകർ സഫിഷ്യൻ്റ് ആണ്. ഓക്കെ, പ്രേക്ഷകരുടെ കയ്യിൽ വേണ്ടത്രോളം കഴിവുകൾ ഉണ്ട് ജീവിതം ജീവിക്കാൻ, ബിസിനസ് നടത്താൻ, സ്വന്തം കാര്യങ്ങൾ നോക്കി നടത്താൻ, സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടുവരാൻ. ഓക്കെ, ജോലിയിൽ ഒറ്റപ്പെടുകയാണെങ്കിലും ജോലിയിൽ മികച്ച കഴിവ് തെളിയിക്കാൻ പ്രേക്ഷകർ സഫിഷ്യൻ്റ് ആണ്. ആ ഒരു പാഠമാണ് പ്രേക്ഷകർ പഠിക്കാൻ പോകുന്നത്, ഓർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞത്. ഓക്കെ, ഇവിടെ പ്രേക്ഷകർക്ക് ഒരു കാര്യം തരണം ചെയ്യേണ്ടി വരുന്നത് എക്സ്പെക്റ്റേഷൻ വിടുക എന്നതാണ്. ഓക്കെ, ദാറ്റ് ഈസ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ പേരൻസ്, നമ്മുടെ സിബ്ലിംഗ്, ദാറ്റ് ഈസ് ഓവറോൾ റിലേറ്റീവ്സ്, ഓക്കെ, റിലേഷൻസ്, അവരെ ഒത്തിരി അന്ധമായി വിശ്വസിച്ചാണ് മുന്നോട്ട് പോകാറുള്ളത് അല്ലേ. സോ ഇവിടെ ആ ഒരു ദാറ്റ് ഈസ് ആ ഒരു വിശ്വാസം, ഓക്കെ, ദാറ്റ് ഓക്കെ എനിക്കൊരു കാര്യത്തിന് ആവശ്യം വന്നാൽ ഇയാൾ എനിക്കൊപ്പം ഉണ്ടാകും,
അല്ലെങ്കിൽ ഇയാൾ എന്നെ സഹായിക്കാൻ ഉണ്ടാകും, ആ ഒരു വിശ്വാസം. ഇവിടെ പറയുന്നത് ദാറ്റ് ഈസ് ആ എക്സ്പെക്റ്റേഷൻസ് മാറ്റിവെക്കാനും ആൻഡ് സ്വയമിൽ വിശ്വസിക്കാൻ. ദാറ്റ് ഈസ് ലൈഫിൽ എന്ത് സംഭവിച്ചോട്ടെ, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ വഴികൾ വന്ന് തെളിയുന്നതാണ്, ഞാനത് ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, ഈ 2 പാഠങ്ങൾ വലിയ പാഠങ്ങളാണ്. ആൻഡ് അത് പഠിക്കാനാണ് ഫസ്റ്റ് പ്രേക്ഷകർ ഇവിടെ വന്നിരിക്കുന്നത്, പ്രേക്ഷകർ കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോസ് കാണുമ്പോൾ ഇതൊക്കെ എന്തുവാ പറയുന്നത്, ഇതൊക്കെ എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി പ്രേക്ഷകരുണ്ടാവും. നിങ്ങൾക്കുള്ള വീഡിയോ അല്ല. ഓക്കെ, സ്പിരിച്വാലിറ്റിയിൽ ഏറെ കാലം സ്പിരിച്വാലിറ്റിയിൽ നിന്ന് മനസ്സിലാക്കിയവർ, ഓക്കെ, ആൻഡ് അനുഭവങ്ങളിൽ മനസ്സിലാക്കിയവർക്കാണ് ഈ വീഡിയോ. സ്പീക്ക് യുവർ ട്രൂത്ത്, എക്സ്പ്രസ് യുവർ സെൽഫ്. അതുപോലെ തന്നെ രണ്ടാമത്തെ സോൾ കോൺട്രാക്ട് പ്രേക്ഷകരുടെ എല്ലാവരുടെയും കൂടെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന വ്യക്തികളാണ് ഈ ഗ്രൂപ്പ് കാണുന്ന പ്രേക്ഷകർ. ഓക്കെ, ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ പലപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, പറയണം എന്ന് പലപ്പോഴും തോന്നുന്ന കാര്യങ്ങൾ പറയാതെ പോകുന്നു. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങളെ, ദാറ്റ് ഈസ് പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാകാം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാകാം. ഓക്കെ, പക്ഷെ അത് ആരോടും വ്യക്തതയോടെ പറയാതെ പോകുന്ന ഒരു കാലഘട്ടം, മിണ്ടാതിരിക്കുന്ന ഒരു കാലഘട്ടം, മിണ്ടാതെ സഹിക്കുന്ന ഒരു കാലഘട്ടം, മിണ്ടാതെ കാര്യങ്ങൾ എനിക്ക് വേണ്ടിയിട്ടും നേരെയാകും എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോയിട്ടുണ്ട് ഈ പ്രേക്ഷകർ. ഓക്കെ, ഓഴസ് പോകാൻ പോകുന്നു. സോ ഇവിടെ ഒരു ട്രൂത്ത് പ്രേക്ഷകർ മനസ്സിലാക്കാൻ പോകുന്നത്, പ്രേക്ഷകർ പറയുന്ന വാക്കുകൾ കേൾക്കാൻ, അത് മനസ്സിലാക്കാൻ ഏറെ ആൾക്കാരുണ്ട്. ഓക്കെ, ഈവൻ ഈ ഒറ്റപ്പെടലിൽ പ്രേക്ഷകർ ആ ഒരു ലെവലിൽ വരെ എത്തും, എവിടെ പ്രേക്ഷകരെ കേൾക്കാൻ ആരുമില്ല എന്നുള്ള ഒരു തോന്നലും വന്നു തുടങ്ങും. ഓക്കെ, ബട്ട് പെതുക്കെ അതിലൂടെ പ്രേക്ഷകർ വർക്ക് ചെയ്ത് മുന്നിലോട്ട് വരുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ പോകുന്ന ഒരു കാര്യം, ബിക്കോസ് ഇവിടെ 88 ആണ് കാണിച്ചിരിക്കുന്നത്, അതിൻ്റെ അർത്ഥം ഇതാണ്, ദാറ്റ് പ്രേക്ഷകർ പറയുന്ന കാര്യങ്ങളിൽ വളരെയധികം നോളജ് നിറഞ്ഞ കാര്യങ്ങളാണ്, വളരെയധികം സത്യങ്ങൾ നിറഞ്ഞ കാര്യങ്ങളാണ്. ആൻഡ് ആരൊക്കെയാണോ കേൾക്കുന്നത്, ഓക്കെ, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പ്രേക്ഷകർ പറയുന്നത്. സോ മൈറ്റ് ബി ഈ ഗ്രൂപ്പിലെ പ്രേക്ഷകർ ലൈഫ് കോച്ചസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരോ ലൈഫ് കോച്ചായിട്ട് പ്രവർത്തിക്കുന്നവരോ ആകാം, അല്ലെങ്കിൽ നന്നായി സംസാരിക്കാൻ, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ എന്ത് സംസാരിക്കുന്നു അത് വളരെ ദൃഢതയോട് സംസാരിക്കാൻ പറ്റുന്ന പ്രേക്ഷകരാണ്. നിങ്ങളുടെ ഈ ഒരു കഴിവ് തന്നെയാണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ സാമ്പത്തിക നേട്ടങ്ങളും കൊണ്ടുവന്ന് തരുന്നത്. ഇതൊരു ഹോബിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രേക്ഷകർ നാളെ ഒരു ജോബായിട്ടും, ഒരു ജോലിയായിട്ടും, ഒരു പാഷനേറ്റ് വർക്കായിട്ടും ഏറ്റെടുത്ത് സ്വന്തം ജീവിതത്തിൽ സാമ്പത്തിക സ്ഥിരത കൊണ്ടുവരുന്നതാണ്. ഓക്കെ, ഡിവൈൻ ക്രിയേറ്റിവിറ്റി, റിസീവിംഗ് കോസ്മിക് ഇൻ്റലിജൻസ്. ഏറെ പ്രേക്ഷകർ ഈ ഗ്രൂപ്പിൽ സ്വന്തം ക്രിയേറ്റിവിറ്റിയെ അറിയുന്നവരാണ്. ഓക്കെ, ദാറ്റ് ഈസ് ജീവിതത്തിലെ പല ഘട്ടങ്ങളിൽ പലപ്പോഴും പലതും പഠിച്ച് പലതും ജോലി ചെയ്ത് ലാസ്റ്റ് ഇൻ ദ സെൻസ് ഏറെ നാൾ കഴിയുമ്പോൾ എൻ്റെ കഴിവ് എന്തൊക്കെയായിരുന്നു അത് മനസ്സിലാക്കി, അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞു കൊടുത്ത് ആ കഴിവിനെ മനസ്സിലാക്കി, ആ കഴിവിനെ വളർത്തിയെടുത്ത് ആ കഴിവിലൂടെ ജീവിതം ജീവിക്കുന്ന ആൾക്കാരായിട്ട് മാറും. സോ പെർട്ടിക്കുലർലി ഈ ഗ്രൂപ്പിൽ പറയുന്ന സോൾ കോൺട്രാക്ട് എന്ന് പറയുന്നത് സ്വന്തം പാഷൻ ജീവിക്കുക എന്നതാണ്. സോ ഐ ബിലീവ് നേരത്തെയുള്ള, ദാറ്റ് ഈസ് മുൻഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ജീവിതങ്ങളിൽ നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, പ്രേക്ഷകരുടെ ആഗ്രഹങ്ങൾ ജീവിക്കാൻ പറ്റാതെ പോയ സോൾസ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈഫ് ടൈമിൽ അത്
ചെയ്യണം ഓക്കെ എന്ന ആഗ്രഹത്തോട് വരുന്നവരാണ്. സോ കൂടുതലും ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പ്രേക്ഷകർ ആയിരിക്കും ഈ ഒരു ഗ്രൂപ്പ് കാണുന്നത്. പെയിൻറ്റിങ് നന്നായി ചെയ്യുന്നവരായിരിക്കാം, ഡ്രോയിങ് നന്നായി ചെയ്യുന്നവരായിരിക്കാം, ഓക്കെ വളരെ വലിയ ലെവലിലുള്ള ആർട്ടിസ്റ്റ് ആയിരിക്കാം, ഫിലിം ആക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിലിം ഫീൽഡ്, മ്യൂസിക്കൽ ഫീൽഡ്, ഡാൻസ് ഫീൽഡിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രേക്ഷകരായിരിക്കാം. ഓക്കെ ആൻഡ് ഈ ഒരു കാര്യം തന്നെയാണ്, ദാറ്റ് ഈസ് എന്താണോ പ്രേക്ഷകരുടെ പാഷൻ, എന്താണോ പ്രേക്ഷകരുടെ ക്രിയേറ്റിവിറ്റി, ആ ക്രിയേറ്റിവിറ്റിയിൽ തന്നെയാണ് പ്രേക്ഷകർക്ക് ഏറെ നോളജ്, ദാറ്റ് ഈസ് ഡിവൈൻ നോളജ്, യൂണിവേഴ്സ് എന്താണ്, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്താണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ജീവിതത്തിൽ അപ്പുറം ഉള്ള ഒരു ജീവിതം, അല്ലെങ്കിൽ മറ്റൊരു ജീവിതം എന്താണ്, അതിനെക്കുറിച്ച് അറിയുന്നത് തന്നെ. ഓക്കെ സോ നിങ്ങൾക്ക് ഏറെ ഗൈഡൻസ് ലഭിക്കുന്നത് പ്രേക്ഷകരുടെ പാഷനുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ്. ഓക്കെ അല്ലാതെ മെഡിറ്റേഷൻ, നോർമൽ റൂൾസായ മെഡിറ്റേഷനോ പ്രെയറോ ചെയ്യുമ്പോഴല്ലായിരിക്കും. പ്രേക്ഷകരുടെ ക്രിയേറ്റിവിറ്റി എന്താണോ ആ ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ ആ ക്രിയേറ്റീവ് ഫീൽഡിൽ ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ യുനോ ആ സമയത്തായിരിക്കും പ്രേക്ഷകർക്ക് ഡിവൈൻ നോളജ് അല്ലെങ്കിൽ ഡൗൺലോഡ്സ് അല്ലെങ്കിൽ ഗൈഡൻസ് കിട്ടുന്നത്. റിമെമ്പർ യുവർ ഐഡൻറ്റിറ്റി, യു ക്യാൻ ഡു ഇറ്റ്. സോ ഇവിടെ പറയുന്നത് പ്രേക്ഷകർ എന്താണ്, പ്രേക്ഷകരുടെ കഴിവുകൾ എന്താണ്, പ്രേക്ഷകർ എന്താണ് കുഞ്ഞിലെ ചെയ്യാൻ ആഗ്രഹിച്ചത്. ബിക്കോസ് എന്തുകൊണ്ടാണ് ആ ഒരു കാര്യം പറയുന്നത്, കുഞ്ഞിലെയാണ് പ്രേക്ഷകർ മാത്രമല്ല എല്ലാവരും അവരുടെ ആക്ച്വൽ സെൽഫുമായിട്ട് കണക്റ്റ് ആയിരിക്കുന്നത്. ഓക്കെ നമ്മുടെ സോൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ഏറ്റവും കൂടുതൽ കുഞ്ഞിലേ ആണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ എന്നാൽ ജീവിതത്തിൽ പഠിക്കുക, ജോലി ചെയ്യുക, അങ്ങനെ ഓരോ ഘട്ടം വരുമ്പോൾ നമ്മളത് മറന്നു പോകും. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ് കുഞ്ഞിലെ നിങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നു, അതിലൊന്ന് ശ്രദ്ധ കൊടുക്കൂ. ബിക്കോസ് എവിടെയോ അവിടെയാണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്ന കാര്യം മറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ ലെറ്റ്സ് സീ രണ്ട് കാർഡ്സ്. പൈസീസ് എനർജി ആൻഡ് ജൂപ്പിറ്റർ എനർജിയാണ് വന്നിരിക്കുന്നത്. യുവർ കോൺഫിഡൻസ്, കറേജ്, സെൽഫ് ബിലീഫ് ആൻഡ് ലക്ക്. ഓക്കെ സോ ഈ ഒരു ജന്മത്തിൽ പ്രേക്ഷകർ നേടാൻ വന്നിരിക്കുന്നത് കോൺഫിഡൻസ് ആണ്. ഓക്കെ എന്തും ചെയ്യാനുള്ള ആ ഒരു ഭാവം, എനിക്ക് ചെയ്യാൻ കഴിയും. കറേജ്, ഫിയർലെസ്നെസ് ആണ്. സെൽഫ് ബിലീഫ്, ദാറ്റ് എനിക്കറിയാം എൻ്റെ കഴിവുകൾ എത്രയാണ്. ആൻഡ് ലക്ക്, ഓക്കെ ഐ ബിലീവ് ലക്ക് ആൻഡ് കറേജ് നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പക്ഷേ എവിടെയോ അതിനൊരു അതിൻ്റെ ആ ഒരു ലെവൽ കുറഞ്ഞിരുന്നു. ഓക്കെ ആ കുറവാണ് നികത്താൻ നിങ്ങൾ വന്നിരിക്കുന്നത്. പൈസീസ് എനർജിയാണ്. ദിസ് എനർജി ഈസ് വിസ്റ്റ്ഫുൾ, എൻഡ്ലെസ്ലി ലവിങ്, കമ്പാഷനേറ്റ് ആൻഡ് ഫോർഗിവിങ്. ഇറ്റ് കൺഫ്യൂസസ് ആൻഡ് സോഫ്റ്റൻസ് റിസോൾവ്. റെസൊല്യൂഷൻ മേക്കർ, ഓക്കെ സൊല്യൂഷൻ മേക്കർ, പ്രോബ്ലം സൊല്യൂഷൻസ് കൊണ്ടുവരിക. ഓക്കെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻസ് കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രേക്ഷകർ, അല്ലെങ്കിൽ ഈ ഒരു ലൈഫ് ടൈമിൽ പ്രേക്ഷകർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ ഗ്രൂപ്പ് കാണുന്ന പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ജനറസ് ആയിരിക്കും, വളരെയധികം കൈൻഡ് ഹാർട്ടഡ് ആയിരിക്കും, ഏറെ ആൾക്കാരെ സഹായിക്കാനും ഇന്നസെൻറ്റ് എനർജി ഉള്ള പ്രേക്ഷകർ ആയിരിക്കും. അതുപോലെ തന്നെ ഫോർഗിവിങ് എന്നുള്ള ഒരു ഇതും വന്നിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറെ ഒറ്റപ്പെടലും ഏറെ മാസ്ക് ധരിച്ച ആൾക്കാരെ കണ്ടുമുട്ടിയിട്ടുണ്ടാവും. മാസ്ക് ധരിച്ച ആൾക്കാർ, ദാറ്റ് ഈസ് അവർ പറയുന്നത് ഒന്ന് ചെയ്യുന്നത് വേറെ. ഓക്കെ ആൻഡ് ബിക്കോസ് പൈസീസ് എനർജിയാണ് നിങ്ങൾക്കുള്ളത്, നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആണ്. ഓക്കെ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വളരെയധികം ഹേർട്ട് ആകുന്നതാണ് പ്രേക്ഷകർക്ക്. സോ അതൊക്കെ മാറിപ്പോകാനും അതിനെ മറികടന്ന് ജീവിതത്തിൽ നേടാനുള്ളത് എന്തോ അത് നേടാൻ എന്ത് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് പഠിക്കാനും കൂടിയാണ് പ്രേക്ഷകർ ഈ ഒരു ജന്മത്തിൽ വന്നിരിക്കുന്നത്. സോ The great gathering, it's all coming together, intuitive hits and soul tribe. സോഷ്യൽ ലെവലിൽ ഏറെ പ്രവർത്തിക്കാനാണ് പ്രേക്ഷകർ വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഏറെ ആൾക്കാരെ സഹായിക്കാനും
ആ സഹായത്തിലൂടെ സ്വന്തം കർമ്മങ്ങൾ മാറ്റിയെടുക്കാനും പ്രേക്ഷകർ ബിലീവ് ചെയ്യുന്നവരാണ്. ഓക്കെ, ഈ ഒരു ഘട്ടത്തിൽ ദാറ്റ് ഈസ് എവിടെയാണോ പ്രേക്ഷകർ മറ്റ് പ്രേക്ഷകർക്കൊപ്പം കൂടി നിന്ന് ഏറെ ആൾക്കാരെ സഹായിക്കുന്നത്, ഹ്യൂമാനിറ്റിയെ സെർവ് ചെയ്യുന്നത്, അവിടെ പ്രേക്ഷകർക്ക് പ്രേക്ഷകരുടെ സോൾ ട്രൈബും ലഭിക്കുന്നതാണ്. ഓക്കെ, പല മെമ്പേഴ്സ്, ഈ ഗ്രൂപ്പ് കാണുന്ന മെമ്പേഴ്സ് സൈക്കിക് എബിലിറ്റീസ് ഉള്ളവരാണ്. ഓൾറൈറ്റ്, സോ നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്താണ് സൈക്കിക് എബിലിറ്റി പ്രേക്ഷകരുടെ എങ്കിൽ അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കൂ. ടെംപ്ടേഷൻ, ഈ ഒരു ജീവിതത്തിൽ നിങ്ങളുടെ ടെംപ്ടേഷൻ മാറ്റി നിർത്താനും കൂടിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ടെംപ്ടേഷൻ ദാറ്റ് ഈസ് അഡിക്ഷൻ, അത് എന്തുമാകാം. ഓക്കെ, ഇവിടെ എനിക്ക് തോന്നുന്നു ഏറെ കുറേ സക്സസ്സിന് വേണ്ടി ഉള്ള അഡിക്ഷനാണ് പ്രേക്ഷകർക്ക്. ഓക്കെ, എനിക്ക് ജയിക്കണം, എൻ്റെ ജീവിതത്തിൽ വിജയം വേണം, പക്ഷെ അതൊരു അഡിക്ഷനാണ്. ഈവൻ തോ വിജയം നല്ലതാണ്. ഓക്കെ, 5+1 6, സോ ബാലൻസിൻ്റെ ആവശ്യമുണ്ട്. സോ ഏത് കാര്യങ്ങളിലാണോ ഏറെ ടെംപ്ടേഷൻ, ഏറെ അഡിക്ഷൻ ഉള്ളത്, ഓക്കെ, അതിൽ ബാലൻസ് കൊണ്ടുവരികയാണെങ്കിൽ പ്രേക്ഷകർക്ക് സക്സസ് ലഭിക്കുന്നതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല. സപ്പോസ് നിങ്ങൾ ടി വി ഏറെ കാണുന്നതാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, നിങ്ങളുടെ ഫ്രീ ടൈമാണ്, നിങ്ങൾക്ക് ടി വി കാണാൻ ഏറെ ഇഷ്ടമാണ്. പക്ഷേ ആ ഒരു ഫ്രീ ടൈം ലൈക്ക് 15 minutes 20 minutes or 30 minutes, അതിൽ കൂടുതലും നിങ്ങൾ ടി വി കാണാൻ, നിങ്ങൾക്ക് ജോലി ഏറെയുണ്ട്. പക്ഷെ നിങ്ങൾ അവിടെ ബാലൻസ് കൊണ്ടുവരികയാണ്. നിങ്ങൾ കുറച്ച് നേരം ടി വി കണ്ടു, നിങ്ങൾ കുറച്ച് നേരം നിങ്ങളുടെ ജോലികൾ ചെയ്തു, പിന്നെ നിങ്ങൾ കുറച്ച് നേരം ടി വി കണ്ടു. ഓക്കെ, അവിടെ നിങ്ങൾ ബാലൻസ് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതാണ്. ഓക്കെ, ഓൾറൈറ്റ്. സറണ്ടർ ടു ദ ഡിവൈൻ, ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ, രണ്ടും ഫുൾ മൂൺ ആണ്. സോ ഈ ഗ്രൂപ്പിലെ പ്രേക്ഷകർക്ക് ഫുൾ മൂൺ റിച്വൽസ് വളരെ വളരെ നല്ലതാണ്. ഓക്കെ, നിങ്ങൾ ഫുൾ മൂൺ റിച്വൽസ് ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ്, ദാറ്റ് ഈസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷസ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും. ആൻഡ് അതിൽ അങ്ങനെ ചെയ്യാറില്ല എങ്കിൽ ഫുൾ മൂൺ സമയത്ത്, ഓക്കെ, പൗർണമി ദിനങ്ങളിൽ ഇത്തിരി നേരം മൂൺ ലൈറ്റിലൊന്ന് നടക്കൂ, അതും നിങ്ങളുടെ എനർജി കൂട്ടുന്നതാണ്. സോ ഇവിടെ പറയുന്നത് ജീവിതത്തിൽ നടക്കാതെ പോയതെന്തോ അതിനെ ദൈവത്തിന് സറണ്ടർ ചെയ്യൂ. ഓക്കെ, സറണ്ടർ ചെയ്തേക്കൂ, ബാക്കി യൂണിവേഴ്സ് നോക്കിക്കോളൂ. ആൻഡ് ബിലീവ് ഇൻ ദി ഇമ്പോസിബിൾ, ഫസ്റ്റ് ബിലീവ് ചെയ്യാൻ ശ്രമിക്കൂ. ഓക്കെ, എൻ്റെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ നടക്കാം, എൻ്റെ ജീവിതത്തിലും ഇതൊക്കെ പോസിബിൾ ആണ് എന്ന് വിശ്വസിക്കാൻ കൂടി തുടങ്ങൂ എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ടാരോ, വാട്ട് എൽസ്? വാ, സി, ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് സക്സസ് വരും. ഓക്കെ, ഈ ഒരു സോൾ ജേർണിയിൽ സക്സസ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രാധാന്യം. പക്ഷെ ആ സക്സസ് വരണമെന്നുണ്ടെങ്കിൽ ബാലൻസ് കൊണ്ടുവരേണ്ടതുണ്ട്. സെവൻ ഓഫ് പെൻറ്റിക്കിൾസ്, പേഷ്യൻസ് ഏറെ വേണം. ഓക്കെ, സോ ഈ ഒരു ജേർണിയിൽ ഏറെ പേഷ്യൻസ് ഡെവലപ്പ് ചെയ്യുന്നതാണ്, സമാധാനം ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഈവൻ ദോ കാര്യങ്ങൾ ശരിയല്ല നടക്കുന്നത്, പക്ഷെ ശാന്തതയോടെ ജോലി ചെയ്യാൻ പഠിക്കുന്നതാണ്. ഏറെ ഹാർഡ് വർക്ക് ഈ ഗ്രൂപ്പിലെ പ്രേക്ഷകർ ചെയ്യുന്നതാണ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ലോൺലിയാണ്, അതുപോലെ തന്നെ ഏറെ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള പ്രേക്ഷകരും കൂടിയാണ്. ഓക്കെ, ഈ റെസ്പോൺസിബിലിറ്റീസ് ഒറ്റയ്ക്ക് ചെയ്ത് കാണിച്ചും ഏറെ പ്രേക്ഷകരെ നിങ്ങൾ ആ ഒരു സപ്പോർട്ട് നൽകുകയാണ്. ദാറ്റ് ഈസ് നിങ്ങളുടെ ഹാർഡ് വർക്ക്, നിങ്ങൾ എങ്ങനെയാണ് ഏറെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് എന്നതൊരു മാതൃക ആകാൻ പോകുന്നതാണ്. ഓക്കെ, 10 of Cups, സന്തോഷങ്ങളെ വരവേൽക്കാനും ആൻഡ് ആ സന്തോഷങ്ങളെ എങ്ങനെ നിലനിർത്തണം ജീവിതത്തിൽ എന്നതും പ്രേക്ഷകർ പഠിക്കുന്നതാണ്. നിങ്ങളുടെ വളരെ അടുപ്പമുള്ള റിലേഷൻഷിപ്സിൽ
പെർട്ടിക്കുലർലി ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഓർ ലവ് റിലേഷൻഷിപ്പ്, അവിടെ ഈ ഒരു സോൾ പാറ്റേണിൽ രണ്ടുപേരും ഒരേപോലെ വർക്ക് ചെയ്താൽ മാത്രമേ, ഒരേപോലെ റെസ്പോൺസിബിലിറ്റീസ് എടുത്താൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകൂ. പക്ഷേ നല്ല ചാൻസസ് ആണ്, ദാറ്റ് ഈസ് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലൊരു റിലേഷൻഷിപ്പ് മാറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ജസ്റ്റിസ്, ഓ മൈ ഗുഡ്നസ്, 7 വർഷക്കാലത്തിൽ ജസ്റ്റിസ് കിട്ടാത്ത പ്രേക്ഷകർ, ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ തന്നെ എവിടെയോ ഒരു സംതൃപ്തിയില്ലായ്മ, എവിടെ ഒരു ശൂന്യതയുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ഏതോ ഒരു ജന്മത്തിലും നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടാതെ പോയിട്ടുണ്ട്. ആ ജസ്റ്റിസും നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തിൽ ലഭിക്കുന്നതാണ്. ഓക്കെ, ജസ്റ്റിസ് പലപ്പോഴും ശത്രുക്കളൊക്കെ ഉള്ള പ്രേക്ഷകരാണെങ്കിൽ ശത്രുക്കളുടെ പരാജയമല്ലായിരിക്കും, ശത്രുക്കളുടെ മുമ്പിൽ നിങ്ങളുടെ വിജയമായിരിക്കും. ഓക്കെ, പലപ്പോഴും അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഡെത്ത് ആൻഡ് പേജ് ഓഫ് വേർഡ്സ്. പ്രേക്ഷകരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നോ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ വിജയത്തിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ബ്ലോക്കേജ് എന്താണെന്നുള്ളത് പ്രേക്ഷകർ അറിയുന്നതാണ്. ആൻഡ് ഇതത്ര വലിയ കാര്യമല്ല, ഇത് പ്രേക്ഷകർക്ക് തന്നെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം പേജ് ഓഫ് വേർഡ്സ് ആണ്, വളരെ ലൈറ്റായിട്ടുള്ള ഒരു എനർജിയാണ്, ട്രൂത്ത്ഫുൾ ആണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ തന്നെ വലിയ വലിയ മാറ്റങ്ങൾ പ്രേക്ഷകരുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ്. ഓക്കെ, സോ ഒരു ഡിഫറെൻറ്റ് റീഡിംഗ് ആയിരുന്നു ഇന്നത്തെ. ഓൾ റൈറ്റ്, സോ ലെറ്റ് സീ അഡ്വൈസ്. Advice or guidance. Choose a new direction. ഇവിടെ പറയുന്നത് പ്രേക്ഷകർ ഒരു കാര്യം നടക്കുന്നില്ല. ഓക്കെ, പ്രേക്ഷകർ ഏറെ ഹാർഡ് വർക്ക് ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു, എന്നിട്ട് ഒരു കാര്യം നടക്കുന്നില്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ സറണ്ടർ ടു ദ ഡിവൈൻ. ഐ തിങ്ക് എവിടെയോ ഞാൻ സറണ്ടർ ടു ദ ഡിവൈൻ. ഓക്കെ, സോ ചൂസ് എ ന്യൂ ഡയറക്ഷൻ ആണ്. ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യൂ ആൻഡ് പുതിയ രീതിയിൽ ആ കാര്യം ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയൊരു കാര്യം ചെയ്യാൻ തുടങ്ങുകയോ ചെയ്യൂ. ഓക്കെ, ചൂസ് എ ന്യൂ ഡിറക്ഷൻ ആണ് വന്നിരിക്കുന്നത് പ്രേക്ഷകർക്ക്. സോ എപ്പോഴും ലൈഫിൽ ഏതൊക്കെ ബുദ്ധിമുട്ടിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ആൻഡ് പ്രേക്ഷകർ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ടോ, ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പ് 1ൻ്റെ സോൾ കോൺട്രാക്റ്റ് എന്തായിരുന്നു ഞങ്ങൾ നോക്കിയത്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ള പ്രേക്ഷകർക്കും അതുപോലെ തന്നെ ക്രിസ്റ്റൽസ് ആൻഡ് ബ്രേസ്ലെറ്റ്സ് ബുക്ക് ചെയ്യേണ്ട പ്രേക്ഷകർക്കും വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. എൻ്റെ മറ്റൊരു ചാനൽ അക്കോർഡിംഗ് ടു ദ ടാരോയിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ഈ ഗ്രൂപ്പ്സിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത പ്രേക്ഷകർ, താങ്ക് യു സോ മച്ച് ഗൈസ്. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ എവ്രി വൺ. സോ ഗ്രൂപ്പ് 2 ചൂസ് ചെയ്തത് നമ്പർ ഡൈസ് ആണ്. സോ ലെറ്റ് സി എന്താണ് പ്രേക്ഷകരുടെ സോൾ കോൺട്രാക്ട്. സ്പിരിച്വൽ അവേക്കനിങ്, ഷിഫ്റ്റ് ഓർ ബി ഷിഫ്റ്റഡ്. Oh my goodness. See, group 1 ഓൾറെഡി ടഫ് ആയിരുന്നു. സോ സ്പിരിച്വൽ അവേക്കനിങ് കേൾക്കാൻ വളരെ രസമുള്ള കാര്യമാണ്, പക്ഷേ അതുപോലെ ടഫുള്ള കാര്യമാണ്. അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങൾ ഓൾറെഡി സ്പിരിച്വലി അവേക്കൻ സോൾസ് ആണെങ്കിൽ. ഓക്കെ, സോ ചില മെമ്പേഴ്സ് സ്പിരിച്വലി അവേക്കൻ ആകണം, എനിക്ക് സ്പിരിച്വാലിറ്റിയിൽ ഏറെ സമയം ചെലവഴിക്കണം, ഓക്കെ, എൻ്റെ ജീവിതത്തിൽ ഏറെ ദൈവത്തെ അറിയുക അല്ലെങ്കിൽ നമ്മുടെ പുരാണങ്ങളെ അറിയുക, യൂണിവേഴ്സിൻ്റെ പ്രവർത്തനങ്ങളെ അറിയുക, അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങൾ നമ്മൾ സ്റ്റാർ സീഡ്സ് എന്ന് പറയും. ഓക്കെ, അവരുമായിട്ടുള്ള കണക്ഷൻ സ്ഥാപിക്കുക. ഓക്കെ, പലർക്കും പല കാര്യങ്ങളാണ്. സോ ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് പ്രേക്ഷകർ വന്നിരിക്കുന്നത്. ഓക്കെ, ചില സോൾസ് ഇവിടെ ഒട്ടുമേ സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിക്കാത്തതാണ്. ചില സോൾസ് ഓൾറെഡി സ്പിരിച്വാലിറ്റിയിൽ ഏറെ ജോലികൾ ചെയ്തിട്ട് വന്നവരാണ്. എങ്ങനെ അറിയാൻ പറ്റും?
ഏതൊക്കെ പ്രേക്ഷകർ കുഞ്ഞിലേ മുതൽ ദേവഭക്തി, പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ ഭക്തിഗാനങ്ങൾ ഇതൊക്കെ ഏറെ ഇൻട്രസ്റ്റ് എടുത്തിട്ടുണ്ടോ, ഏറെ വായിച്ചിട്ടുണ്ട്, ഏറെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? ദാറ്റ് മീൻസ് നിങ്ങൾ ഓൾറെഡി സ്പിരിച്വലി വർക്ക് ചെയ്തവരാണ്, സ്പിരിച്വൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചതാണ് നിങ്ങളുടെ മുൻ ജന്മങ്ങളിൽ. ഏതൊക്കെ പ്രേക്ഷകർ അധികമായി പ്രാർത്ഥനകളൊന്നും അധികം സമയം ചെലവഴിക്കാതെ ജീവിച്ചവരാണ് കുഞ്ഞുനാളിൽ? സോ ദാറ്റ് മീൻസ് നിങ്ങൾ ആ ആ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിൽ ആഗ്രഹിച്ചിട്ടുള്ളൂ, നിങ്ങൾ അതിൽ പ്രവർത്തിച്ചിട്ടില്ല. സോ ഈ ഒരു ജീവിതം നിങ്ങളുടെ സ്പിരിച്വൽ അവേക്കനിങ്, നിങ്ങൾ സ്പിരിച്വലി കൂടുതൽ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് വന്നവരാണ്. സോ സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രാർത്ഥനകളും എപ്പോഴും ഭക്തിഗാനങ്ങൾ പഠിക്കുക എന്നതല്ല. ഹ്യൂമാനിറ്റി സർവീസിങ് ഈസ് ഓൾസോ സ്പിരിച്വൽ അവേക്കനിങ്. ഹ്യൂമാനിറ്റി സർവീസിങ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ റീജിയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ പല ഭേദങ്ങളുണ്ട് അല്ലേ? മിഡിൽ ക്ലാസ്, മിഡിൽ റിച്ച്, മിഡിൽ പുവർ, അങ്ങനെ പല ക്ലാസ് ഉണ്ട്. റിച്ച് ഫാമിലി, പുവർ ഫാമിലി. ഒട്ടുമേ ജീവിതത്തിൽ ജീവിക്കാൻ ഒരു വകയുമില്ലാതെ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന വ്യക്തികളെ സഹായിച്ച് ജീവിതത്തിൽ സ്പിരിച്വൽ അവേക്കനിങ് കൊണ്ടുവരുന്നവരാണ് ഭൂരിഭാഗവും ഈ ഒരു വീഡിയോ കാണുന്നത്. സോ നിങ്ങൾ ഇപ്പോൾ അത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിങ്ങളത് ചെയ്തിരിക്കും. സോ ദാറ്റ് മീൻസ് നിങ്ങൾ ദാറ്റ് മീൻസ് ഏത് പ്രേക്ഷകർക്ക് ഏത് മെമ്പേഴ്സിന് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് പോയി ജോലി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മൃഗങ്ങളാകാം. മൃഗങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചിലർ അവരുടെ പഠിത്തം നോക്കുന്നവരാകാം, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിൽ ജീവിതത്തിൽ സഹായിക്കുന്നതാകാം. ആ ഒരു കാര്യം, ആ ഒരു സോഷ്യൽ വർക്കിലൂടെ സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് ഏറെ പോകാൻ ചാൻസസ് ഉള്ള മെമ്പേഴ്സാണ് ഈ ഗ്രൂപ്പ് കാണുന്നത്. ഓൾറെഡി സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള സോൾസ്, ഓൾറെഡി സ്പിരിച്വാലിറ്റിയിലൊക്കെ വിശ്വസിക്കുന്ന മെമ്പേഴ്സ്, അവരുടെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് വളരെ ഭയാനകമല്ല, നോട്ട് ഭയാനകം, ഇറ്റ് മീൻസ് വളരെ വലിയ ഷിഫ്റ്റ്. ആ വലിയ ഷിഫ്റ്റ് നിങ്ങളുടെ എല്ലാ ഗ്രഹങ്ങളും നിങ്ങൾക്ക് തുണയായി നിൽക്കുന്ന, ദാറ്റ് മീൻസ് ആ ഒരു രീതിയിൽ എത്തണമെങ്കിൽ പരമാത്മാ അല്ലെങ്കിൽ നമ്മുടെ അസെൻഡഡ് മാസ്റ്റേഴ്സ് ആ ഒരു ലെവൽ എത്താനുള്ള പ്രയത്നം ആയിരിക്കും ഈ ഒരു ജീവിതത്തിൽ. സോ അങ്ങനെയുള്ള പ്രേക്ഷകർ, നിങ്ങൾ ഓൾറെഡി പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇനി കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ നിങ്ങൾക്ക് ചെയ്യാൻ, പക്ഷേ അത് ദൃഢമായി നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓൾറൈറ്റ്. Harmonize, let your light shine. See, എന്ത് ബ്യൂട്ടിഫുൾ കാർഡ്സ് ആണ് പ്രേക്ഷകരുടെ വരുന്നത്. സോ ഐ ബിലീവ് ഏറെ സ്പിരിച്വാലിറ്റിയിൽ വർക്ക് ചെയ്ത പ്രേക്ഷകർ തന്നെയാണ്. ഇവിടെ നോക്കൂ, ഹാർമനൈസ്, ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ. നിങ്ങൾ ഇപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഹാർമണിയാണ്. ദാറ്റ് ഈസ്, പ്രേക്ഷകർക്ക് സ്പിരിച്വാലിറ്റിയിലും ചെയ്യണം, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മെറ്റീരിയൽ വേൾഡിലും ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെയാണ് സ്പിരിച്വലി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്ന് ആഗ്രഹിക്കുന്നതും എന്ന് തേടി പിടിക്കാൻ നടക്കുന്ന പ്രേക്ഷകരാണ്. സോ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു തീവ്രത, ദാറ്റ് എനിക്ക് സ്പിരിച്വാലിറ്റിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം, എനിക്ക് ഇങ്ങനെയൊക്കെ ആകണം, എനിക്കും ഈ ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ, അതും നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങൾ എന്ത് വ്യക്തിത്വത്തിലാണ് ഇപ്പോൾ ജനിച്ചിരിക്കുന്നത്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, നിങ്ങൾ സമൂഹത്തിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, അതുമായിട്ട് ആദ്യം ഹാർമണി കൊണ്ടുവരിക. അവിടെ ഒരു സ്ഥിരത, ആ ചിന്തകളിൽ രണ്ട് ഡിഫറെൻറ്റ് ചിന്തകളാണ്. സ്പിരിച്വാലിറ്റി ഈസ് ഡിഫറെൻറ്റ്, മെറ്റീരിയലിസ്റ്റിക് ഈസ് ഡിഫറെൻറ്റ്. സോ ആ രണ്ട് ചിന്തകളെ ബാലൻസ് ആക്കി ആണ് മുന്നോട്ട് പോകേണ്ടത് എന്നിവിടെ പറയുന്നത്. Again 2 cards.
വയലറ്റ് ഫ്ലെയിം ആക്ടിവേഷൻ ആണ് ആദ്യത്തെ കാർഡ്. സോ വയലറ്റ് ഫ്ലെയിം ആക്ടിവേഷൻ ദാറ്റ് ഈസ് നിങ്ങളുടെ ചക്ര, 7th ചക്രയിലെ 7th ചക്ര. സോ പറയപ്പെടുന്നത് ഓറ, നമ്മുടെ ഓറയിൽ 7 ഘട്ടങ്ങളാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. സോ ഇത് 7ാമത്തെ ഘട്ടമാണ് നിങ്ങൾ ഊർജത്തിൽ കൊണ്ടുവരുന്നത്. സോ ആ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞു പ്രേക്ഷകർ എന്നതാണ് പറയുന്നത്. എവിടെ നിങ്ങളും ഡിവൈനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാകില്ല. ഓക്കെ, എന്ത് ഡിവൈൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങളിൽ നിന്നായിരിക്കും മുന്നോട്ട് വരുന്നത്. ഓൾ റൈറ്റ്, അതാണ് വയലറ്റ് ഫ്ലെയിം ആക്ടിവേഷൻ. സോ വലിയ വലിയ കഴിവുകൾ നേടിയെടുക്കാനുള്ള പ്രയത്നമാണ് ഈ ഒരു സോൾ ജേർണി. കാമിക് റിലേഷൻഷിപ്പ്, റിലീസിങ് ദ പാസ്റ്റ്. ഈ ഒരു സോൾ ജേർണിയിൽ പ്രേക്ഷകരുടെ പാസ്റ്റ് റിലീസ് ചെയ്യുന്നതാണ്. എന്തൊക്കെ നെഗറ്റീവ് കർമാസ് ഉണ്ടായിരുന്നു, ഓക്കെ, അതെല്ലാം ഈ ഒരു ജന്മത്തിൽ പ്രേക്ഷകർ ഇല്ലാതാക്കുന്നതാണ്. ഓക്കെ, അതാണ് സോൾ കോൺട്രാക്റ്റ് ആയിട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് നൈസ്. Capricorn, the energy around you is serious, materialistic and hardworking. It bestows shrewdness and cautious ambition. ഈ ഒരു സോൾ ജേർണിയിൽ ഏറെ ഹാർഡ് വർക്ക് ചെയ്യാൻ വന്നിരിക്കുന്ന പ്രേക്ഷകരാണ്. ഓക്കെ, ദാറ്റ് ഈസ് നിങ്ങളുടെ മെറ്റീരിയൽ വേൾഡ്, ലക്ഷറി വേണം, നല്ല സമ്പത്ത്, നല്ല ഉയർച്ച, സൊസൈറ്റിയിൽ നല്ല പേര്, ഓക്കെ, അതൊക്കെ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരാണ്. ആൻഡ് അത് സോൾ ജേർണിയിലുള്ളതാണ്. ഓക്കെ, ആ ഒരു ലെവലിലും പ്രേക്ഷകർ എത്തും. ഏത് പ്രേക്ഷകരാണോ ഏറ്റവും കൂടുതൽ എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്ത്, പക്ഷേ ചില പ്രേക്ഷകർക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടും അത് വിടേണ്ടി വന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, എന്നാൽ പോലും പ്രേക്ഷകരുടെ ഈ ഹാർഡ് വർക്ക്, ഇത്രയും ജോലികൾ നിങ്ങൾ ചെയ്തത്, ഇത്ര ആത്മാർത്ഥതയോട് ചെയ്തത്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് കൊണ്ടുവന്ന് തരുന്നതാണ്. സോ വിഷ് ഫുൾഫിൽമെൻ്റ് കാർഡാണിത്. Again, 2 cards. Okay, Neptune, your fantasies, earnings, longings and potential for illusion. ചില പ്രേക്ഷകർ ഇമാജിനേറ്റീവ് വേൾഡിൽ നിന്ന് സ്വന്തം കാര്യങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഓക്കെ, സോ മൈറ്റ് ബി വിഷ്വലൈസേഷനിൽ ഏറെ മാസ്റ്ററി എടുത്തു കഴിഞ്ഞ് മറ്റ് ആൾക്കാർക്ക് എങ്ങനെയാണ് വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന പ്രേക്ഷകർ ആകാം ഈ ഗ്രൂപ്പിൽ. ഓക്കെ, Saturn, the part of you that accepts challenge to gain wisdom. My goodness. See, that's what spiritual awakening എന്നൊരു കാർഡ് വരുമ്പോഴേ ഏറെ ചാലഞ്ചസ് എടുത്തിട്ടാണ് സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വരുന്നത്. ആൻഡ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് സാറ്റർൺ ആണ്. ഓൾ റൈറ്റ്, സോ ദാറ്റ് മീൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നു. ആൻഡ് ഈ ചാലഞ്ചസ് മറികടന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, ലക്ഷറി ആയിക്കോട്ടെ, നിങ്ങളുടെ ഫാമിലിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് ആയിക്കോട്ടെ, അവരുടെ സംരക്ഷണമായിക്കോട്ടെ, അതൊക്കെ നേടുകയും അതിനൊപ്പം തന്നെ നിങ്ങൾ സ്പിരിച്വലി വളരെയധികം വളരുകയും ചെയ്യുന്നതാണ്. അതാണ് പ്രേക്ഷകർ സോൾ കോൺട്രാക്റ്റായിട്ട് എടുത്തിരിക്കുന്നത്. ലെറ്റ്സ് സീ. പവർ, ഓക്കെ, അധികാരം, ലീഡർഷിപ്പ്, അതാണ് പ്രേക്ഷകരുടെ സോൾ ആഗ്രഹിക്കുന്നത്. സോ മൈറ്റ് ബി മുൻ ജന്മത്തിൽ അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് വരാതിരിക്കുകയോ, ഓർ അധികാരത്തിൽ വന്നിട്ട് അത് പൂർത്തീകരിക്കാതെ പോകേണ്ടി വന്ന സോൾസ് ആണ്. ഏത് പ്രേക്ഷകർക്ക് എപ്പോഴും ജോലി ചെയ്യുമ്പോൾ എന്നെ എല്ലാവരും പ്രശംസിക്കണം എന്ന ആഗ്രഹം എപ്പോഴും ഉണ്ടോ, ഓർ നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ പോയിക്കോട്ടെ, ഓക്കെ, നിങ്ങൾ ക്ലാസ്സിലായിക്കോട്ടെ, പ്രോജക്ട്സ് ചെയ്യുന്നതായിക്കോട്ടെ, ജോലിയിൽ നിങ്ങളൊരു പ്രോജക്റ്റ് എടുക്കുന്നതായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, എവിടെയും നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് ആയിരിക്കണം എന്ന് തോന്നാറുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾ ആ ഒരു അധികാരം ഏൺ ചെയ്യുന്ന
ഓക്കെ, ദാറ്റ് ഈസ് എനിക്കത് വേണം എന്നാഗ്രഹിക്കുന്ന സോൾസ് ആണ്. ആൻഡ് അത് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ നേടുകയും ചെയ്യും. ബിക്കോസ് 88 ഇറ്റ്സ് സച്ച് എ ബ്ലെസ്സിങ്. ബട്ട് വിത്ത് ലോട്ട് ഓഫ് ചാലഞ്ചസ്. മെറ്റീരിയൽ ഹാർവസ്റ്റ് ആണ് പ്രേക്ഷകർക്ക് വന്നിട്ടുള്ളത്. സോ ദാറ്റ് മീൻസ് നിങ്ങൾ ഈ ചാലഞ്ചസിലൂടെ നിങ്ങളുടെ ജീവിതം നന്നാക്കി എടുക്കുകയും മറ്റാൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ ആകുകയും ചെയ്യുന്നതാണ്. ഓക്കെ, ഡീപ്പ് റിപ്ലനിഷ്മെൻറ്റ്, റിട്രീറ്റ്, റെസ്റ്റ്, ബി ഹെൽപ്പ്. പക്ഷേ ഇവിടെ ഒരു ചാലഞ്ച്, ഹെൽത്ത് റിലേറ്റഡ് ചാലഞ്ച് ഉണ്ടാകാം പ്രേക്ഷകർക്ക്. ഓക്കെ, സംവെയർ ബോഡി ഹീറ്റ് ചാലഞ്ച് ഉണ്ടാകാം. കാരണം ഏറെ പവർ ആഗ്രഹിക്കുന്നതാണ്, സാറ്റർൻ എനർജിയാണ് ആൻഡ് ആസ് വെൽ എസ് കാപ്രിക്കോൺ എനർജിയാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾ കാർമിക് റിലേഷൻഷിപ്പ് റിലീസ് ചെയ്യുന്നവരാണ്. സോ ഡെഫിനറ്റ്ലി ബോഡി ഹീറ്റ് ഇഷ്യൂസ്, സ്കിൻ ഇഷ്യൂസ് ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ് ഏറെ നേരിടുന്ന പ്രേക്ഷകർ ആണ്. സോ ഇവിടെ എങ്ങനെ ഈ ഇഷ്യൂസിൽ നിന്നും, ഈ ഹെൽത്ത് ഇഷ്യൂസിൽ നിന്നും മറികടന്ന് മുന്നോട്ട് എനിക്ക് നീങ്ങാം, എനിക്കെങ്ങനെ എൻ്റെ ജീവിതത്തിൽ എല്ലാം നല്ലതാക്കിയെടുക്കാം എന്ന് കാണിച്ചു കൊടുക്കുന്ന പ്രേക്ഷകർ കൂടിയാണ് മറ്റ് ആൾക്കാർക്ക്. ഓക്കെ, സോ ആ ഒരു ചാലഞ്ചാണ് നിങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, ഈ ഒരു ജീവിതത്തിൽ ജീവിക്കാൻ വന്നിരിക്കുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ റിക്വയർഡ്. ഓക്കെ, now the important thing, പവർ ഉള്ളപ്പോൾ, അധികാരമുള്ളപ്പോൾ മറ്റാൾക്കാരുടെ അഭിപ്രായങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ മൈറ്റ് ബി ഈ അധികാരം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മുൻ ജന്മങ്ങളിലും ഉണ്ടായിരിക്കാം, പക്ഷെ അവിടെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നില്ല. ഓക്കെ, സോ സ്പിരിച്വൽ അവേക്കനിങ് എപ്പോഴും അഡ്ജസ്റ്റ്മെൻ്റ് ഒരു ഭാഗമാണ്. ഓക്കെ, എവിടെയൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ ശരിയാക്കിയെടുക്കുന്നു. ഓക്കെ, എവിടെ സ്വയം ഉള്ള ചില ദുഷ്സ്വഭാവങ്ങൾ, ദുഷ്സ്വഭാവം എന്ന് പറയുന്നത് ഏറെ ഉറങ്ങുന്നതാകാം, അല്ലെങ്കിൽ ഏറെ വർക്ക് ചെയ്യുന്നത് ആകാം, അല്ലെങ്കിൽ ഏറെ പണത്തിൻ്റെ പുറകെ പോകുന്നതാകാം. ഓക്കെ, സ്പിരിച്വാലിറ്റിയിൽ ചിലർ ഏറെ സ്പിരിച്വാലിറ്റിയിൽ ഇരിക്കുന്നവരാകാം, അതായത് ഹോൾ ടൈം സ്പിരിച്വൽ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ജീവിതത്തിൽ ജീവിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ലായിരിക്കാം. സോ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അത് പഠിക്കാൻ വന്നവരാണ്. ഓക്കെ, എങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം, എങ്ങനെ ജീവിതത്തിൽ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ ജീവിതത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും എന്ന് പഠിക്കാൻ വന്നവരാണ്. ഓക്കെ, ലെറ്റ്സ് സീ. വിഷ് ഫുൾഫിൽമെൻ്റ് കാർഡ് ആണ് കാപ്രിക്കോൺ കാർഡ് എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് നിങ്ങൾക്ക് കിട്ടിയത് വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. സോ ഈ ഒരു ജന്മത്തിൽ എത്ര വിഷസ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും, അത് നിങ്ങളുടെ കഴിവാണ്. ബിക്കോസ് നിങ്ങളുടെ നെപ്റ്റ്യൂൺ എനർജി, ദാറ്റ് ഈസ് വിഷ്വലൈസേഷൻ പവർ, ഏറെ വലുതാണ്. പ്രേക്ഷകർക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. 4 ഓഫ് കപ്സ് ആണ്. ദാറ്റ് ഈസ് ഏറെ ആലോചിച്ചിട്ടേ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കൂ. ആൻഡ് ആലോചനയിൽ ഏറെ സമയം സ്പെൻഡ് ആക്കാൻ സാധ്യതയുണ്ട്. സോ ഇവിടെ പറയുന്നത് അത് ചെയ്യാതിരിക്കുക. ഓക്കെ, ഓപ്പർച്യൂണിറ്റീസ് നന്നായി ആലോചിക്കൂ, സമയമെടുക്കൂ, പക്ഷേ അത് ഒരു ദിവസത്തിൽ കൂടുതൽ ആകരുത് എന്നാണ് ഇവിടെ പറയുന്നത്. ത്രോട്ട് ചക്ര ഇഷ്യൂസ് ഉണ്ടാകാം ഇവിടെ പ്രേക്ഷകർക്ക്. 3 cards. ഓക്കെ, 8 ഓഫ് പെൻറ്റിക്കിൾസ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഏറെ ഹാർഡ് വർക്ക് ചെയ്യാൻ വന്ന പ്രേക്ഷകരാണ്. അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ ഏറെ പഠിക്കുന്നവരാണ്. 10 ഓഫ് വോൺസ്, ആവശ്യത്തിലധികം ജോലിഭാരങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്ന പ്രേക്ഷകരാണ്. സോ ഇതൊക്കെ പ്രേക്ഷകർ ഓൾറെഡി ജീവിച്ച് അനുഭവിക്കുകയാണിപ്പോൾ. ഓക്കെ, ഹൈ പ്രീസ്റ്റസ്, ഇൻറ്റ്യൂഷൻ വളരെ ഹൈ ആണ് ഈ പ്രേക്ഷകർക്ക്. ഓക്കെ, സോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്ത് പറയുന്നു അതിൽ പ്രേക്ഷകർ പ്രവർത്തിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഇത്രയും ഭാരങ്ങൾ നിങ്ങൾക്ക് എടുക്കേണ്ടി ആവശ്യം വരില്ല. ഓൾ റൈറ്റ്. ഓക്കെ, സോ നൗ അഡ്വൈസ് അല്ലെങ്കിൽ എന്താണ് ഏഞ്ചൽസ് പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത്? യു ആർ റെഡി. സോ ഐ ബിലീവ് പ്രേക്ഷകർ ഇത്
ദാറ്റ് ഈസ് 2025, 2025 തന്നെ എപ്പോഴാണോ പ്രേക്ഷകർ ഈ വീഡിയോ കാണുന്നത്, പ്രേക്ഷകർക്കുള്ളതാണ് ഈ വീഡിയോ. ഈവൻ തോ 2025 ആണ് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത്. ഓക്കെ, ബട്ട് എപ്പോൾ നിങ്ങൾ കാണുന്നു ആ സമയത്തുള്ള ഗൈഡൻസ് ആണ് ഇത് വന്നിരിക്കുന്നത്. ഇവിടെ പറയുന്നത് യു ആർ റെഡി, നിങ്ങൾ റെഡിയാണ് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റിന്, നിങ്ങൾ റെഡിയാണ് നിങ്ങളുടെ സ്പിരിച്വൽ അവേക്കനിങ്ങിന്, നിങ്ങൾ റെഡിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം, സമ്പത്ത്, സാമ്പത്തിക നേട്ടങ്ങൾ, അതുപോലെ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിലെ ആ ബോണ്ടിങ്, ആ ഒരു സ്ട്രോങ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവും നിങ്ങൾക്കിപ്പോൾ ഉണ്ട്. സോ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് തുടങ്ങിക്കോളൂ എന്നതിൻ്റെ കൺഫർമേഷനാണ് ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, I would like to take one more card. Not the right time. Okay, you are ready and not the right time. So let's see, endana right time, ഏത് കാര്യത്തിനാണ് it's not the right time, ഏത് കാര്യത്തിനാണ് right time അല്ലാത്തത്. King of Pentacles. Okay, yeah, see, പ്രേക്ഷകരുടെ വിഷ് ഫുൾഫിൽമെൻറ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ആകും. പ്രേക്ഷകർ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കിനും ഐ തിങ്ക് 1-2 വിഷസ് ഓൾറെഡി പ്രേക്ഷകരുടെ വിഷ് ഫുൾഫിൽ ആകുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഈ ഒരു 2025 നിങ്ങൾക്ക് ഏറെ വിഷ് ഫുൾഫിൽമെൻറ്റ് ആൻഡ് നിങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴും വിഷ് ഫുൾഫിൽമെൻറ്റ് കാണും. പക്ഷേ ലാവിഷ്നെസ് ഇപ്പോൾ പാടില്ല. ബിക്കോസ് സ്പിരിച്വാലിറ്റിയിലെ വലിയൊരു ഓപ്പോണൻ്റ് ആയിട്ട് നിൽക്കുന്ന എനർജി എന്ന് പറയുന്നത് ലാവിഷ്നെസ് ആണ്. ഓക്കെ, സംവെയർ. ഓക്കെ, നിങ്ങൾ സ്പിരിച്വലി ഏരിയ ഗവൺ ചെയ്യുന്നു, പക്ഷെ നിങ്ങളുടെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ പണം എന്ന് പറയുന്നത് ഇല്ലാത്തവർക്ക് കൊടുത്ത് അവരെ സഹായിക്കുക, അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാതെ സ്വയമേ അത് അനുഭവിച്ചറിയുക, അതിൽ മുഴുകുക, ആ സ്പിരിച്വാലിറ്റിയിൽ നിന്ന് മാറി നിൽക്കുക എന്നതല്ല. ഓക്കെ, സോ ഇവിടെ ആ ഒരു വാർണിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നോട്ട് ദ റൈറ്റ് ടൈം. ഇപ്പോൾ പ്രേക്ഷകർക്ക് സപ്പോസ് ഒരു മാസം വരുമാനം 50,000 വെച്ച് കിട്ടുന്നുണ്ട് എല്ലാ മാസവും. സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഓക്കെ എനിക്ക് 50,000 എക്സ്ട്രാ ആണ് ലഭിക്കുന്നത്, സോ ലെറ്റ്സ് ഗോ ഫോർ ഷോപ്പിങ്ങിന് പോകാം, അവിടെ കറങ്ങാൻ പോകാം, ഇവിടെ ഈ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ പറയുന്നത് നോട്ട് ദ റൈറ്റ് ടൈം. ബിക്കോസ് നിങ്ങളുടെ പണത്തിൽ നിങ്ങൾക്ക് എത്ര അധികാരമുണ്ടോ അതിൽ കൂടുതൽ അധികാരം ആർക്കാണ്? ജീവിതത്തിൽ ഒന്നുമില്ലാത്തവർക്കാണ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ അതിനാണ് ബോൺ ആയിരിക്കുന്നത്. നിങ്ങൾക്ക് സ്പിരിച്വൽ അവേക്കനിങ് ആണ്. ഇൻ നോ വേ ദാറ്റ് നിങ്ങൾ ഈ ഒരു ഫുൾ പണം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാറ്റി വെക്കാൻ നിങ്ങൾക്ക് പറ്റുകയില്ല. ഓക്കെ, സോ അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യാതിരിക്കുക, മാക്സിമം സേവ് ചെയ്യൂ. ബിക്കോസ് നിങ്ങൾക്ക് ഹയർ പർപ്പസ് ആണുള്ളത്. നിങ്ങൾ ഏറെ അറിയപ്പെടുന്നതാണ്. പക്ഷേ ഈ അറിയപ്പെടാൻ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതെല്ലാം നിങ്ങളുടെ പണം ഉപയോഗിച്ചായിരിക്കും. ഓക്കെ, പല ആൾക്കാരുടെ ജീവിതങ്ങൾക്ക് ഒരു തുണയാകാനാണ് നിങ്ങളുടെ വിധി ഓർ നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ്. ഓൾ റൈറ്റ്, സോ ഇത് പ്രേക്ഷകർ തന്നെ കൊണ്ടുവന്ന കോൺട്രാക്റ്റാണ്. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഓക്കെ, ഇതാണ് നിങ്ങൾ ആലോചിച്ച് വന്നിരിക്കുന്നത് ഭൂമിയിൽ. ഓൾ റൈറ്റ്, സോ അതിനെ അക്സെപ്റ്റ് ചെയ്യുക ആൻഡ് അധികം സ്പെൻഡ് ചെയ്യാതിരിക്കുക. ഓൾ റൈറ്റ്, ഓക്കെ ഗായ്സ്, സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ള പ്രേക്ഷകർക്കും അതുപോലെ ക്രിസ്റ്റൽസ് ആൻഡ് ബ്രേസ്ലെറ്റ്സ് ഓർഡർ ചെയ്യേണ്ട പ്രേക്ഷകർക്കും സേൽസ് ടീം നമ്പർ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു ചാനൽ അക്കോർഡിംഗ് ടു ദ ടാരോയിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓക്കെ, ആൻഡ് ഈ വീഡിയോ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത പ്രേക്ഷകർക്ക് താങ്ക് യു സോ മച്ച് ഗൈസ്. So see you in my next video. Bye.